അപ്പോൾ ഇന്നൊരു നാടൻ ബീഫ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഫൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ബീഫ് നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ വാർത്ത് കണ്ട് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കുക. കുക്കറിലിട്ടതിന് ശേഷം അതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതേപോലെ സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ട മസാലകൾ, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി വളരെ കുറച്ചുള്ളൂ കേട്ടോ. കാര്യമായിട്ട് കുരുമുളക് പൊടിയാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതും കൂടെ കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിൽ വിസിലടിപ്പിക്കാം. അതിന് ശേഷം ഞാനത് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നെയ്യും ഉണ്ടായതുകൊണ്ട് തന്നെ വെള്ളം പോലെ ആയിട്ടോ ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസിൽ പിന്നെയും വെച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തു. അപ്പോൾ നല്ല നാടൻ മട്ടൻ കറി പോലെയാണ് കേട്ടോ നമ്മൾ ബീഫ് കറി വെച്ചിട്ടുള്ളത്.